Voice of Marketing, in touch with positive people. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഡീലറെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വിസിറ്റ് ചെയ്യുമ്പോൾ, കസ്റ്റമറെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഏത് കസ്റ്റമർ ആയിക്കോട്ടെ, വിസിറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മൈലായിട്ട് കയറി വരണം. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വളരെ ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരാളാണ് നല്ല സ്മൈലായിട്ട് ചിരിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അയാൾ എന്തായാലും വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആ മൂഡ് ഔട്ടിലിരിക്കുകയാണ്. സാറേ എന്താ വിശേഷം, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കുലിക്കാലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് അത്ര ശരിയല്ല. വലിയ ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ ആങ്ങിത്തൂങ്ങി ചെല്ലുന്നതും ചിലപ്പോൾ അദ്ദേഹം ചോദിക്കാം, എന്താ നിങ്ങൾക്ക് പറ്റിയത്, ഒരു ഉഷാറില്ലാത്തത്, അല്ലെങ്കിൽ ഇനി സന്തോഷത്തോടെ കയറി വരികയാണെങ്കിൽ എന്താ ഇത്രമാത്രം എന്താ സന്തോഷിക്കുന്നത്, എന്നെ വല്ലതും കളിയാക്കുന്നതാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്ന ചിലരെങ്കിലും ഉണ്ടാകാം. നമ്മൾ പല ടൈപ്പിലുള്ള ആൾക്കാരാണ് ഈ മീറ്റ് ചെയ്യണത്. നമ്മളുടെ മനസ്സായിരിക്കില്ല, അല്ലെങ്കിൽ മനുഷ്യർ വളരെ വ്യത്യസ്തരല്ലേ. ഒരു ഗൗരവത്തോടെയോ ഡീലറെയോ ഡിസ്ട്രിബ്യൂട്ടറെയോ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അത്ര അടുപ്പമുള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ ചോദിക്കും, എന്താ ഇത്ര ഗൗരവം, എന്താ എന്നോട് എന്താ വല്ല ദേഷ്യമുണ്ടോ, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കണ്ടേക്കാം. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് അതാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരു കസ്റ്റമറെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഏത് രീതിയിൽ സംസാരിക്കണം. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിക്കാം, ഒരു കസ്റ്റമറുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ കസ്റ്റമർ, ആ ഡീലർ, ആ ഡിസ്ട്രിബ്യൂട്ടർ, ആ ക്ലയൻറ്റ് ഇരിക്കുന്ന മൂഡ് ഏത് മൂഡിലാണ്? അയാൾ സന്തോഷവാനായിരിക്കുന്ന ആളാണോ? അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം, എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്തെങ്കിലും കസ്റ്റമറിന് പേയ്മെൻറ്റ് വരാമെന്ന് പറഞ്ഞു, പേയ്മെൻറ്റ് വന്നില്ല, അതിൻ്റെ പ്രോബ്ലത്തിലിരിക്കുകയാണോ? അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം അയാൾ ഫേസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമറായിട്ട് പ്രോഡക്റ്റിൻ്റെ ഗ്യാരണ്ടിയുടെ കാര്യത്തിലോ കംപ്ലൈൻറ്റിൻ്റെ കാര്യത്തിലോ ഉടക്കി ഭയങ്കര പ്രശ്നമായിട്ട് മാറ്റി കൊടുക്കേണ്ട അവസ്ഥ വന്നു, അത് മാറ്റി കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നു, അത്തരത്തിലിരിക്കുന്ന ഒരു മൂഡാണോ? 5 മണിക്ക് കാണുന്ന ഒരാളായിരിക്കില്ല 7:30 കാണുമ്പോൾ. ഒരു കസ്റ്റമറായിട്ട് ടെലിഫോണിലൂടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാളെ. അപ്പോൾ പോയി സാറേ ഗുഡ് മോർണിംഗ് എന്ന് പറയരുത്. അയാളൊന്ന് റിലാക്സ് ആവട്ടെ. നിങ്ങളെങ്ങനെ ഓടിപ്പോകുന്നത്? എല്ലാത്തിനും ക്ഷമയാണ് വേണ്ടത്. ക്ഷമയോടെ കാത്തിരിക്കണം. ഇപ്പോൾ ഷോപ്പിലേക്ക് വരുന്ന എക്സിക്യൂട്ടീവ് വളരെ പെട്ടെന്ന് സംസാരിച്ച് കാര്യം തീർത്ത് പോകണം. അങ്ങനെ ഒരു മൂഡിൽപ്പെട്ട ആളാണെങ്കിൽ ആ രീതിയിൽ സംസാരിക്കണം. കുറച്ചിരുന്ന് സംസാരിക്കുന്ന ആളാണ്, കുറച്ചിരുന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്, ചിലർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ രീതിയിൽ അയാളെ ഡീൽ ചെയ്യണം. ആ കസ്റ്റമർ എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ പെരുമാറാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. നല്ലൊരു എക്സിക്യൂട്ടീവിന് അത് കൊടുക്കാൻ പറ്റും. അയാളുടെ ആറ്റിറ്റ്യൂഡ് അറിയാൻ പറ്റും, അയാളുടെ പ്രോബ്ലംസ് അറിയാൻ പറ്റും. ഇതെല്ലാം സംസാരിച്ച ശേഷം അയാളുടെ ഒരു പ്രോബ്ലം, അയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നിങ്ങളോട് തുറന്നു പറഞ്ഞൊന്നും വരും. അതൊക്കെ ഒരു മാനസിക അവസ്ഥകളാണ്. അങ്ങനെയുള്ള നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല ആൾക്കാർ. ഈ ലോകത്ത് ഒരു മനുഷ്യൻ മോശപ്പെട്ട ആൾക്കാരില്ലെന്നേ. എല്ലാവരുടെ മനസ്സിലും സ്നേഹമുണ്ട്. എല്ലാവരും തോറ്റു പോകുന്നത് സ്നേഹത്തിന് മുന്നിലാന്ന് പറഞ്ഞ പോലെ ഒരാളെ ബഹുമാനിക്കാൻ പഠിക്കുക, നല്ലപോലെ പെരുമാറാൻ സാധിക്കുക, ഒരു കസ്റ്റമർ ചോദിച്ചാൽ അതിന് എതിര് പറയാതിരിക്കുക, അയാളെ എതിർക്കാതിരിക്കുക, അയാൾ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്താൽ എല്ലാം ഓർഡറും സെയിലും ഒക്കെ വന്നോളും. എൻ്റെ അവസ്ഥകൾ അനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന ഒരു എക്സിക്യൂട്ടീവാണ്, ഒരു മാർക്കറ്റിംഗ് ടാലൻ്റ് ഉള്ള ഒരു എക്സിക്യൂട്ടീവാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്നുള്ള ധാരണ അയാൾക്ക് വന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൈ നിറയെ ഓർഡർ കിട്ടും. ഓൾ ദ ബെസ്റ്റ്.